ഇത് മാസ് മോട്ടോഴ്സിൽ ആണ് ഹീറോൻ്റെ സൂപ്പർ സ്പ്ലെൻഡർ വണ്ടി നമ്മൾ വർക്കിന് ആയിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കണ വർക്ക് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ, അതായത് ബാക്കിൽ ഇൻഡിക്കേറ്റർ ഒടിഞ്ഞെടുക്കേണ്ട, അതൊന്ന് മാറ്റിയിടണം. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, ചെയിൻ ടൈറ്റ് ചെയ്തിടാം. അതേപോലെ സെൽഫ് സ്റ്റാർട്ടിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്ക് കേട്ടോ. അപ്പോൾ ചെയിൻ്റെ കേസ് ചെയിൻ നോക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ലൂസ് ഉണ്ട്, പക്ഷേ നമുക്ക് അതിൻ്റെ ചെയിൻ അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് ആയി നിൽക്കുന്നുണ്ട്. തൽക്കാലം വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. കാരണം എന്താ വെച്ചാൽ ചെയിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഓവർലാപ്പിംഗ് ആണ്, കയറി ഇറങ്ങി വർക്ക് ചെയ്യുന്ന ഒരു കംപ്ലയിൻ്റാണ് ഇപ്പോൾ നിലവിൽ കാണിക്കുക. ഇപ്പോൾ നമുക്ക് അഡ്ജസ്റ്റിങ് ഏകദേശം അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. തൽക്കാലം വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം, ചെയിൻ ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കിയാൽ ഒരു പരിധി വരെ ഇപ്പോൾ സോൾവ് ആയിക്കോളും. പക്ഷേ പിന്നീട് റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വരും. കാരണം എന്താ വെച്ചാൽ അത് ഈ സ്പോക്കറ്റ് ബെയറിംഗ് ഒക്കെ ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്പോക്കറ്റ് ബെയറിംഗ് മാത്രമായിട്ട് ഇപ്പോൾ മാറ്റാൻ നിൽക്കണ്ട. കാരണം ഓൾറെഡി ഇനിയിപ്പോൾ അങ്ങനെ മാറ്റാൻ വേണ്ടി അയക്കുമ്പോൾ ഒരു രീതിയിൽ നമുക്ക് ഓടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സൗണ്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തൽക്കാലം ഈ രീതിയിൽ തന്നെ ഗ്രീസ് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നീട് നമുക്ക് ചെയിൻ സ്പോക്കറ്റ് മാറ്റണ സമയത്ത്, ഇപ്പോൾ മാറ്റണമെങ്കിൽ ഇപ്പോൾ മാറ്റാം, ഇനി അതല്ല പിന്നീട് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ മാറ്റണ സമയത്ത് നമുക്ക് ആ സ്പോക്കറ്റ് ബെയറിംഗ് നമുക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ പ്രോബ്ലം അവിടെ തീർന്നു പോകുള്ളൂ. പിന്നെയുള്ളത് നമുക്ക് സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ്. സെൽഫിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ മോട്ടറിൻ്റെ കാർബൺ തീർന്നതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്. പിന്നെ നമുക്ക് അതിൻ്റെ ആർമേച്ചർ യൂണിറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ സ്വാഭാവികമായിട്ട് ഇത്ര സ്റ്റെപ്പ് തേയ്മാനമുള്ള വണ്ടിയുടെ ഈ സെൽഫ് മോട്ടറിനൊക്കെ നിലവിൽ അതിൻ്റെ ലൈഫ് കുറവായിരിക്കും. ഇപ്പോൾ നമ്മൾ സെൽഫ് മോട്ടർ ബ്രഷ് മാറ്റിയിട്ടാലും പെട്ടെന്ന് ആ കാർബൺ തീരും. കാരണം എന്ന് വെച്ചാൽ ഇത് ആ രീതിയിൽ നോർമലായ രീതിയിലുള്ള തേയ്മാനമാണ്. അപ്പോൾ ആ തേയ്മാനം ബ്രഷിലേക്ക് വരും, ബ്രഷിൻ്റെ ലൈഫ് കുറയും, പെട്ടെന്ന് കംപ്ലയിൻറ്റിലേക്ക് പോകും. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഒഴിച്ചാൽ മോട്ടർ നമുക്ക് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ തേയ്മാനം ഉള്ളത് കൊണ്ട് വരുന്ന രണ്ട് പ്രശ്നങ്ങളൊന്ന് നമുക്ക് സെൽഫ് മോട്ടറിൻ്റെ കാർബണിൻ്റെ ലൈഫ് കുറയും. പിന്നെയുള്ള കംപ്ലയിൻറ്റ് നമ്മൾ സെൽഫ് അടിക്കുന്ന സമയത്ത് ഒരു മൂളിച്ച സൗണ്ട് കാണിക്കും. ഈ രണ്ട് പ്രോബ്ലം നിലവിൽ വണ്ടിക്ക് ഉണ്ടാവും കേട്ടോ. പിന്നെയുള്ളത് നമുക്ക് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഡിക്കേറ്റർ ഓൾറെഡി പൊട്ടിപ്പോയാണ്, അപ്പോൾ നമ്മളത് മാറ്റി വയ്ക്കണം. എഞ്ചിൻ ഓയിലിൻ്റെ കേസ് നമ്മൾ നോക്കുന്ന സമയത്ത് ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ കളർ ഒരുവിധം വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമുക്കൊരു 3000 കിലോമീറ്ററൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ ഓയിൽ മാറ്റി പുതിയത് ഒഴിക്കുക. അതാണ് ഏറ്റവും നല്ലൊരു മെത്തേഡ് കേട്ടോ. കാരണം നമുക്ക് 100% കളർ നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയുടെ കിലോമീറ്റർ എത്ര ഓടിയെന്നനുസരിച്ചിട്ടാണ് നമ്മൾ എഞ്ചിൻ ഓയിൽ ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതി ചെയ്ത് പോകുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ബാറ്ററി കൂട്ടത്തിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്, കാരണം സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ബാറ്ററി ടെസ്റ്റ് നമുക്ക് അനിവാര്യമാണ്. അപ്പോൾ അത് ഞാൻ നോക്കുന്ന സമയത്ത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. വോൾട്ട് നോക്കുമ്പോൾ 12.97 റേഞ്ചിൽ കാണിക്കുന്നുണ്ട്. ലോഡ് ടെസ്റ്റിലേക്ക് വിടുമ്പോൾ ഏകദേശം 9.5 വന്നിട്ടുണ്ട്. അതായത് 8.5 വോൾട്ടിൽ താഴേക്ക് വന്നാലാണ് കംപ്ലൈൻ്റ് ആയിട്ട് വരുള്ളൂ. പക്ഷേ ഏകദേശം നമുക്ക് അതിൻ്റെ ബോർഡർ ലൈനിലേക്ക് ഇപ്പോൾ ഈ 9.5 എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത രീതിയിലേക്ക് താഴേക്ക് പോരും. പക്ഷേ കംപ്ലയിൻ്റ് ആയിട്ട് ചെയ്താൽ മതി, പരമാവധി ഓടണോടത്തോളം ഓടിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ബാറ്ററി ചെറുതായിട്ടൊന്ന് വീക്കായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തീരെ മോശമല്ല, ഡൗൺ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ നിലവിൽ ചെയിൻ സ്പോക്കറ്റ് ചെയിൻ ഗ്രീസ് ചെയ്യുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റാണ് ഇടുന്നത്. നേരെ മറിച്ച് ചെയിൻ സ്പോക്കറ്റ് മാറ്റുന്നുണ്ടെങ്കിൽ പറയാം, അതനുസരിച്ച് എസ്റ്റിമേറ്റ് അഡീഷണൽ ഞാൻ പറയാം. സെൽഫ് മോട്ടോർ റിപ്പയറിങ്ങിൻ്റെ അടക്കം ഉള്ള എസ്റ്റിമേറ്റ് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഓക്കെ.